നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മീനാക്ഷി. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് രണ്ട് സഹോദരിമാരെ അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ചു. ഏകദേശം 2 വർഷത്തോളം, 2023 ജൂൺ മുതലാണ്. അപ്പൊ അതിനെ തുടർന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, അമ്മ കുറ്റവാളിയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ ഒരു കാര്യം അറിയാമെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നുള്ളത്. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തന്നെ പറയാം. 3 മാസത്തോളമായിട്ട് ഈ അമ്മയ്ക്ക് ഇയാള് നിരന്തരം ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ടെന്ന കാര്യം അറിയാം. ഇവളൊക്കെ അമ്മയാണോ? ഇവളെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്കിപ്പോൾ ആരെ വിശ്വസിക്കും, ആരെ പേടിക്കും? സ്വന്തം അമ്മയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. എന്തിനോ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇവരെയൊക്കെ അമ്മ എന്ന് വിളിക്കും? അമ്മമാരുടെ വില കളയാൻ വേണ്ടി ഉണ്ടായവന്മാർ. 2023 ജൂൺ മുതൽ ഈ കുഞ്ഞുങ്ങൾ നിരന്തരം ഈ ധനേഷ് എന്ന് പറയുന്ന ക്രൂരന്റെ കയ്യിൽപ്പെട്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? ഈ പ്രായത്തിലൊക്കെ അവൻ എന്തൊക്കെയാണ് ആ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നതെന്ന് അറിയാത്ത പ്രായം. എന്തുമാത്രം ട്രോമകളായിരിക്കും ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത്. ഈ ഒരു കാര്യം ഇന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നും അവൻ ആ കുട്ടികളെ, അവസാനം പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. ആ ഒരു രീതിയിലേക്ക് പോയേനെ. ഇവൻ ഈ പെൺകുട്ടികളുടെ കൂട്ടുകാരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവൻ സെലക്ട് ചെയ്ത് കൊടുത്ത പെൺകുട്ടികളെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് ആ കുട്ടികളോട് പറഞ്ഞതിനെ തുടർന്ന് ഈ കുട്ടി എന്ത് ചെയ്തു? മൂത്ത കുട്ടി, അതായത് 12 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടി സുഹൃത്തിനൊരു കത്ത് എഴുതി. ഇങ്ങനെയായിരുന്നു ആ കത്തിനകത്തുള്ളത്: എൻ്റെ രണ്ടാം അച്ഛൻ നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടു, നിങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഒരു കത്ത് ആ സ്കൂൾ അധ്യാപികയ്ക്ക് കിട്ടുകയും അധ്യാപികയ്ക്ക് ആ ഒരു കത്ത് കണ്ടിട്ട് എന്തൊക്കെയോ പന്തികേട് തോന്നി പോലീസിനെ അറിയിക്കുകയും അതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റൊക്കെ ചെയ്തത്. ഇന്നലെ നമ്മൾ ആ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ട കാര്യമാണ്. അവൻ എന്തോ അവാർഡ് കിട്ടി, പോലീസുകാരെന്തോ സെക്യൂരിറ്റി പോലെ കൊണ്ടുവന്ന രീതിയിലൊക്കെയായിരുന്നു. ഒരു ഭാവഭേദമില്ലാതെ, ഒരു കൂസലുമില്ല. അവൻ ചെയ്ത തെറ്റിന് ഒരു തരി പോലും കുറ്റബോധമില്ലാതായിരുന്നു അവൻ നടന്നത്. ഈ കുഞ്ഞുങ്ങളെ 2023 ജൂൺ മുതൽ പീഡിപ്പിക്കുമ്പോൾ അവർക്ക് പ്രായം 8ഉം 10ഉം വയസ്സ് മാത്രം. ഏകദേശം 2 വർഷത്തോളം ഈ ഒരു കുട്ടികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും, കാരണം അയൽവാസികളൊക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും, 2 വർഷത്തിന് മുമ്പാണ് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചു പോകുന്നത്. അതിനുശേഷം ഇവരൊരു ലിവിങ് ടുഗദർ എന്ന പോലെയാണ്. കാരണം അച്ഛൻ്റെ ഹോസ്പിറ്റൽ കേസിലൊക്കെ ഇയാളൊരു ഡ്രൈവറാണ്, സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവൻ അവിടെ കയറി പറ്റുകയും അച്ഛൻ എന്ന വ്യാജേനയാണ് അവിടെ നിന്നത്. അപ്പം പുറത്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ നാട്ടുകാരെ നോക്കുമ്പോഴും അച്ഛനാണ്. അപ്പൊ ആ ഒരു അധികാരവും അതെല്ലാം ആ കുട്ടികളുടെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കുട്ടികളെ ഇത്ര രീതിയിൽ, ഇത്രയും ബ്രൂട്ടലായിട്ട് അവൻ പീഡിപ്പിച്ചത്. നമ്മൾ ആരെ വിശ്വസിക്കും? നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പം കണ്ടില്ലേ, അമ്മമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. ഇവളെ ഈ കേസിൽ, ഈ അമ്മയൊന്നും പറയാൻ പറ്റത്തില്ല, അവളെ ആ കേസിൽ ആദ്യം കൊടുക്കണം. ഇവളൊക്കെ എന്തിനാണ് ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്? ഇതേപോലുള്ളൊരു കാട്ടാളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാനോ? ഒരുപക്ഷെ ആ കുട്ടികളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു പീഡനം അനുഭവപ്പെടത്തില്ലായിരുന്നു. 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ നേരെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവന്മാർക്കെല്ലാം വേണ്ട കാര്യം അത് തന്നെയാണ്. അത് കുട്ടികളോടാണോ വലിയവരോടാണോ ഒന്നുമില്ല. ഈ ഒരു 2 വർഷത്തോളം ഈ കുട്ടികളെ പീഡിപ്പിച്ചു. പക്ഷെ ഇത് ആ ഒരു അമ്മ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത 3 മാസമായിട്ട് ഈ കുട്ടികൾ നിരന്തരം പീഡനത്തിന് ഇരയാകുകയാണ്. ഈ സുഹൃത്ത് എന്ന് പറയുന്ന ധനേഷിന്റെ അടുത്ത് നിന്ന് നിരവധി വട്ടവും ഈ കുട്ടികൾ പീഡനത്തിന് ഇരയാകുന്നെന്ന് ഈ അമ്മ അറിഞ്ഞിട്ടും പോലീസിന്റെ അടുത്ത് പരാതി നൽകാൻ ശ്രമിച്ചില്ല. ആ കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു കത്ത് ആ അധ്യാപികയുടെ കയ്യിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നും ആ കുഞ്ഞുങ്ങളെ ആ ക്രൂരം വകവരുത്തിയേനെ. സത്യം പറഞ്ഞാൽ അച്ഛന്മാർ നമുക്ക് എപ്പോഴും ഒരു കാവൽക്കാർ തന്നെയാണ്. നമ്മുടെ വീട്ടിലെ ഇല്ലെങ്കിൽ ഒരു കാവൽക്കാരൻ തന്നെയാണ്. പലയിടത്തും അച്ഛന്മാരില്ലാത്ത പലയിടത്തും അമ്മമാർ കൊണ്ടുപോകുന്നെങ്കിലും അച്ഛൻ എന്ന് പറയുന്ന, ഒരു വീട്ടിൽ അച്ഛൻ എന്നുള്ളത് നമുക്കൊരു ധൈര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും അവിടെ അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പലയിടത്തും അത് ദുരുപയോഗം ചെയ്യും. പക്ഷെ ഒരുപാടെടുത്ത് അതെന്ന് പറയുന്നത് നമുക്കൊരു സേഫസ്റ്റ് പ്ലേസ് ആണ്. ഇന്ന് ആ കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം ഒരവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു.